ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCERT 9ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡിലെ ഭാഗം 2 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്റർ പഠിക്കാം. മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ. രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും സ്ഥിരം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും വരും. നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മണലാരണ്യത്തിലൂടെ 7ാമത്തെ ചാപ്റ്റർ. അതിൽ പറയുന്നത് എന്താണ്? മരുഭൂമികളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് മരുഭൂമികൾ? 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് എന്ത് പറയുന്നത്? മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടും തരത്തിലുള്ള മരുഭൂമികളാണ് പൊതുവെ ഉള്ളത്. ഏതൊക്കെയാണ്? ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ശീത മരുഭൂമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തണുപ്പ് കൂടുതലായിരിക്കും അല്ലേ? ധ്രുവ പ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീത മരുഭൂമികൾ. അപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത്? ധ്രുവ പ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും. എങ്ങനെയാ ശീത മരുഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? വർഷം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുകയായിരിക്കും. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും. അപ്പോൾ ഉഷ്ണമരുഭൂമികളുടെ പ്രത്യേകത എന്തായിരിക്കും? പകൽ സമയത്ത് ഉയർന്ന താപനിലയായിരിക്കും, പക്ഷെ രാത്രിയാവുമ്പോഴോ താപനില വളരെ കുറവായിരിക്കും. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിന് അർത്ഥം. മരുഭൂമികളെ കുറിച്ചുള്ള പഠനം എറമോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മരുഭൂമികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? എറമോളജി. ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. അപ്പോൾ ഉഷ്ണ മരുഭൂമികളിൽ എന്താണ്? ദൈനിക താപാന്തരം വളരെ കൂടുതലായിരിക്കും. ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണ മരുഭൂമിയുണ്ട്. എന്താണ് അതിന്റെ പേര്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി. അപ്പോൾ ഇന്ത്യയിലെ വിശാലമായ ഉഷ്ണ മരുഭൂമിയുടെ പേരെന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി. അപ്പോൾ ഈ ഥാർ മരുഭൂമിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഥാർ മരുഭൂമിയുടെ അതിരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിഴക്ക് അരാവലി നിരകൾ, പടിഞ്ഞാറ് സിന്ധു നദീതടം, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, തെക്ക് റാൻ ഓഫ് കച്ച്. അപ്പോൾ എന്താണ്? കിഴക്ക് അരാവലി നിരകൾ, പടിഞ്ഞാറ് സിന്ധു നദീതടം, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, തെക്ക് റാൻ ഓഫ് കച്ച്. അപ്പോൾ നടുക്കായിട്ടാണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നാല് വശത്തുള്ള അതിരുകൾ ഏതൊക്കെയാണ്? കിഴക്ക് അരാവലി നിരകൾ, പടിഞ്ഞാറ് സിന്ധു നദീതടം, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, തെക്ക് റാൻ ഓഫ് കച്ച്. അപ്പോൾ ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഥാർ മരുഭൂമി, അരാവലി നിരകൾ, സത്ലജ്, സിന്ധു നദീതടം, റാൻ ഓഫ് കച്ച്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. അപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഥാർ മരുഭൂമി കാണപ്പെടുന്നത്. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. അപ്പോൾ 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഈ മരുഭൂമിയുടെ 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എവിടെയാണ് ഉള്ളത്? ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണാം. അപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണാം. ഇനി പറയുന്നത് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് ഉണ്ടായ
സാഹചര്യങ്ങൾ. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ്. ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി മുൻ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി പരിശോധിക്കൂ. ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് അരാവലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷസ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഊഷര മണലാരണ്യമായി മാറും. ഇതെല്ലാമാണ് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യങ്ങൾ. ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് പറയാം? ഥാർ മരുഭൂമി ഒരു മഴനിഴൽ പ്രദേശമാണ്. ഇനി ഗ്രാനൈറ്റ്, നൈസ്, ഷിറ്റ്സ് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാനൈറ്റ് ഭൗമോപരിതലത്തിലെത്തുന്നതിനു മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. നൈസ് ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ. ഷിറ്റ്സ് മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം, അതായത് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിറ്റ്സുകൾ. അപ്പൊ എന്തൊക്കെയാണ്? ഗ്രാനൈറ്റ്, നൈസ്, ഷിറ്റ്സ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? മരുസ്ഥലി, വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. രാജസ്ഥാൻ ഭാഗർ, അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. മരുസ്ഥലി ഗ്രാനൈറ്റ്, നൈസ്, ഷിറ്റ്സ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി. ഇപ്പൊ എന്താണ് മരുസ്ഥലി എന്ന് പറഞ്ഞാൽ? ഗ്രാനൈറ്റ്, നൈസ്, ഷിറ്റ്സ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകൾ, അതാണ് മരുസ്ഥലി. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ദ്രിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മണൽക്കൂനകളാണ്. മണൽക്കൂനകളെ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് ദ്രിയാൻ. ഇനി രാജസ്ഥാൻ ഭാഗർ. അരാവലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ. എന്താണ് രാജസ്ഥാൻ ഭാഗർ? അരാവലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം. അതെന്താണ്? അർദ്ധ വരണ്ട ഒരു സമതലമാണ്. ആ പ്രദേശത്തിന് പറയുന്ന പേരാണ് എന്ത്? രാജസ്ഥാൻ ഭാഗർ. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാകുന്നു. അപ്പൊ ഫലഭൂയിഷ്ഠമായ തുരുത്തുകൾക്ക് പറയുന്ന പേരെന്താണ്? രോഹി. രോഹി എന്നാണ് ഫലഭൂയിഷ്ഠമായ ഥാർ മരുഭൂമിയിലെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകൾ അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്.
ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടുന്നു. അപ്പൊ ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പിന് പറയുന്ന പേര് എന്താണ്? താലി. ലൂണി നദി. അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാകാറുള്ളൂ. അപ്പൊ ലൂണി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ഇപ്പൊ ലൂണി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ലിൽറി, സുക്രി, ജവായി. ലിൽറി, സുക്രി, ജവായി ലൂണി നദിയുടെ പോഷക നദികളാണ്. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. ഇപ്പൊ ലൂണി നദിയുടെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും ലവണാംശം കൂടിയ നദിയാണ് ലൂണി നദി. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ലവണാംശം കൂടിയ നദി ഏതാണ്? ലൂണി നദിയാണ്. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് സാംഭർ തടാകം. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കാണുന്ന പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? സാംഭർ തടാകം. സാംഭർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാംഭർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാ കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റു പ്രധാന തടാകങ്ങൾ. ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. എന്താണത്? താർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണിവ. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണ മരുഭൂമികളിൽ സാധാരണമാണ്. അപ്പൊ ഈ ഭൂരൂപങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ശക്തമായ കാറ്റിനാൽ മൺതരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണ മരുഭൂമികളിൽ പതിവ് കാഴ്ചയാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ. അപ്പൊ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? അപവഹനം അഥവാ ഡിഫ്ലേഷൻ. അപവഹനം അഥവാ ഡിഫ്ലേഷൻ. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവയാണ് അപവഹന ഗർത്തങ്ങൾ. അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇതിന്റെ പേരാണെന്ത്? അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ്. തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം എന്ന് വിളിക്കുന്നു. അപ്പൊ അപഘർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്നു. എന്താണ്? ശക്തമായി ശിലാപദാർത്ഥങ്ങളും മണൽത്തരികളും ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായി ഉരസുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. ഇങ്ങനെ ഉള്ള അപരദന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? അപഘർഷണം എന്ന് വിളിക്കുന്നു. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നു. എന്താണ് കൂൺ ശിലകൾ? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും.
അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നത്. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാലാന്തരത്തിൽ കൂൺ ശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുന്നു. ഇനി കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ താർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ്? കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവയാണ് മണൽ മേടുകൾ. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽ കൂനകളാണിവ. താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധതരം മണൽമേടുകളുടെ ചിത്രങ്ങൾ നോക്കാം. ബർക്കൻസ്, ചന്ദ്രക്കലാ ആകൃതിയിലുള്ള മണൽമേടുകൾ. ക്വസ്റ്റ്യൻ ചോദിക്കാം, ചന്ദ്രക്കലാ ആകൃതിയിലുള്ള മണൽമേടുകൾക്ക് പറയുന്ന പേര് എന്താണ്? ബർക്കൻസ്. പാരാബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ. കാറ്റിന്റെ ദിശ, വേഗത എന്നിവയ്ക്കനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. ഇനി പറയുന്നത് മരുപ്പച്ചകളെ കുറിച്ചാണ്. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സുകളിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നീരുറവുകളാലോ അല്ലെങ്കിൽ മറ്റു ഭൂഗർഭ ജല സ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. ഇവ ഓരോന്നും വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം എന്നിവ സാധാരണയായി പല മരുപ്പച്ചകളിലും കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മരുപ്പച്ചകളിൽ കൃഷി ചെയ്യുന്ന വിളകൾ? പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം. ഈ കാലാവസ്ഥ. അപ്പോൾ മരുഭൂമിയിൽ പ്രധാനമായിട്ട് എന്ത് കാലാവസ്ഥയായിരിക്കും? കടുത്ത വരൾച്ചയും ജലക്ഷാമവും ആയിരിക്കും മരുഭൂമികളിൽ അനുഭവപ്പെടുന്നത്. മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിലെ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ്? ബിക്കാനീർ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില എത്രയാണ്? 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. അപ്പോൾ ഈ ലൂവിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. അരാവലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെന്റിമീറ്ററിലും കുറവാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല. ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ്. ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു. ബിക്കാനീർ, ചുരു, സികാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. എവിടെയാണ്? ബിക്കാനീർ, ചുരു, സികാർ. ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു. ഈ മണ്ണ്, മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ്.
ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അതിവിശാലമായ മണൽ പരപ്പുകളാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനം അറിയപ്പെടുന്നത്. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുമുള്ളതാണ് മരുഭൂമി മണ്ണ്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. ഇതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇനി സസ്യജാലങ്ങൾ. മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾ ചെടികൾ. ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് മരുഭൂമിയിലെ ഥാർ മരുഭൂമിയിലെ പ്രധാന സസ്യവർഗം. ഏതാണ്? കള്ളിമുൾ ചെടി. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഥാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ. എന്താണ്? ഗം അറബിക് അക്കേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. ഇനി ജന്തുജാലങ്ങൾ. മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം. ഥാർ നിരവധി ഇനം പക്ഷികളുടെയും ഉരഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും ഥാർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. നിരവധി ഇനം ഉരഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് എന്നിവ ഥാർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. മണൽപ്പരപ്പിലെ ജനജീവിതം. ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട്. കൃഷി. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളല്ല ഉള്ളത്. വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല വിളകളും കൃഷി ചെയ്യുന്നു. ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക വിളകൾ? ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി. ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ഇപ്പൊ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുടെ ജലസേചനത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എവിടെയാണുള്ളത്? രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുടെ ജലസേചനത്തിനായിട്ടാണ് നിർമ്മിച്ചത്. പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീ ഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി. മൃഗപരിപാലനം. മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധവരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. അതിനാൽ മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ ഏറെയാണ്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണെന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% എവിടെയാണുള്ളത്? രാജസ്ഥാനിൽ.
ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം തുടങ്ങിയവ പ്രധാന വളർത്തുമൃഗങ്ങളാണ്. ഖനനം. കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുമാണ് വരുന്നത്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. എന്തൊരു മാർബിളാണ്? മക്രാന മാർബിൾ. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവും ഇവിടെയുണ്ട്. ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. അപ്പൊ എന്താണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്? രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. കരകൗശല വ്യവസായം. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നവുമാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷെയ്ഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീത ഉപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഊർജോൽപാദനം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജയ്സാൽമീറിലെ കാറ്റാടിപ്പാടത്തിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ താർ മരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പാനലുകൾ ഉപയോഗിച്ചും താർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജം കൂടുതലായും ഉപയോഗിക്കുന്നത്. അപ്പം കാറ്റാടിപ്പാടത്തിന്റെ ഈ ജയ്സാൽമീറിലെ കാറ്റാടിപ്പാടത്തിനെ കുറിച്ച് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരം. താർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയ ഉദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഹവാമഹൽ എന്തൊക്കെയാണ് നോക്കാം. ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, രണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു. ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ 7ാമത്തെ ചാപ്റ്റർ. ഇനി നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. തീരങ്ങളിലൂടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. തീരങ്ങളിലൂടെ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് സമുദ്ര സഞ്ചാരരേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ലൂറ്റ് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിന്റെ മലയാള പരിഭാഷയാണ്. അതായത് മേളിൽ കൊടുത്തിട്ടുണ്ട്. വാസ്കോ ഡ ഗാമയുടെ ഈ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് ഒരു സമുദ്രമാർഗം നൽകി. ഇതോടെ കേരളമാകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായ ഈ തീരങ്ങളിലൂടെയുള്ള യൂറോപ്യന്മാരുടെ കടന്നുവരവോടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതപ്പെട്ടു. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. അപ്പൊ ഇന്ത്യയുടെ തീരദേശത്തിന്റെ വിസ്തൃതി എത്രയാണ്? 7517 കിലോമീറ്റർ നീളം. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഈ തീരദേശങ്ങളുടെ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഒന്നായ തീരസമതലം ഏറെ ജനനിബിഡമാണ്. ജനവാസത്തിന് അനുയോജ്യമായ ധാരാളം ഘടകങ്ങൾ ഉള്ളതിനാൽ തന്നെയാണ് ഈ മേഖല ജനനിബിഡമാകുന്നത്. അപ്പൊ തീരസമതലം, ഇന്ത്യയിലെ തീരസമതലം വളരെയധികം ജനനിബിഡമാണ്. കാരണം എന്താണ്? ജനവാസത്തിന് അനുയോജ്യമായ ധാരാളം ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ്? സമതല ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത. സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായി തരംതിരിക്കാം. അപ്പൊ എന്തൊക്കെയാണ്? സ്ഥാനം,
ഭൂപ്രകൃതി, സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ എത്രയായിട്ട് തരംതിരിക്കാം? നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമതലവും പിന്നെന്താണ്? കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണിത് കേട്ടോ. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്, ഭൂപടം. പടിഞ്ഞാറൻ തീരസമതലം ഇവിടം മുതൽ ഇവിടം വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇപ്പുറത്തുള്ളത് കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം. അപ്പൊ എന്തൊക്കെയാണ് തീരസമതലങ്ങളുടെ സവിശേഷതകൾ? പടിഞ്ഞാറൻ തീരസമതലം ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. അപ്പൊ എങ്ങനെയാണ്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് എന്ത്? പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. അപ്പൊ എങ്ങനെയാണ്? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇതിന്റെ നീളം. ഏകദേശം 1840 കിലോമീറ്റർ ആണ് നീളം. 1840 കിലോമീറ്ററിൽ നീളത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. അപ്പം പടിഞ്ഞാറൻ തീരസമതലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇടുങ്ങിയ ഒരു ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിലാണ് പടിഞ്ഞാറൻ തീരസമതലം കാണപ്പെടുന്നത്. ഈ തീരപ്രദേശത്തിന്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നീളം 1840 കിലോമീറ്റർ, വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്റർ ഇടയിലാണ്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. സബ്മേർജ്ഡ് കോസ്റ്റ് ആണ്. അപ്പൊ എന്താണ് താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും? തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം പോലെയുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരപ്രദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ. അവതരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരപ്രദേശത്തെ കരഭാഗം താഴുകയോ സമുദ്രജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്, സബ്മർജ്ഡ് കോസ്റ്റ് ആണ്. ഇവിടം മുതൽ ഇവിടം വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിലാണ് കാണപ്പെടുന്നത്. ഈ തീരപ്രദേശത്തിന്റെ വീതി എന്ന് പറയുന്നത് എത്രയാണ്? 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. എത്രയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് പറയുന്നത്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഒരു സവിശേഷത എന്താണ്? തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. തീരത്തോടടുത്ത് എന്ത് കാണപ്പെടുന്നു? കായലുകൾ കാണപ്പെടുന്നു. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളായി തിരിക്കാം. എന്തൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം എവിടം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 1840 കിലോമീറ്റർ. അപ്പൊ 3 ഭാഗങ്ങളായിട്ടാണ് ഈ പടിഞ്ഞാറൻ തീരസമതലത്തിനെ തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്.
ഇപ്പം ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് ഈ ഗുജറാത്തിന്റെ ഈ തീരഭാഗങ്ങളാണ്. കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗുജറാത്ത് തീരം. ഇനി കൊങ്കൺ തീരം, ഇത്രയാണ് കൊങ്കൺ തീരം. അത് കഴിഞ്ഞ് താഴോട്ട് മലബാർ തീരം. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമുക്കിനി പഠിക്കാം. ഗുജറാത്ത് തീരസമതലം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലയുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. അപ്പോൾ ഏതൊക്കെയാണ് ഗുജറാത്ത് തീരസമതലത്തിൽ ഉൾപ്പെടുന്നത്? റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ നദികളുടെയാണ്? സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ട് രൂപപ്പെട്ടത് ഏതാണ്? ഗുജറാത്ത് തീരസമതലം. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതയാണ്. അപ്പോൾ ഗുജറാത്ത് തീരസമതലം എവിടെയാണ് ഉള്ളത്? ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. കപ്പലുകളുടെ ശവപ്പറമ്പ്, ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളുമെല്ലാം ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. അപ്പൊ കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? അലാങ് കടൽ തീരം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് ഏതാണ്? അലാങ് കടൽ തീരം. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം ഏതാണ്? സൂററ്റും വഡോദരയും. മത്സ്യബന്ധന ഹാർബറായ വെരവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളുമെല്ലാം ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് അലാങ് തീരത്തെ കപ്പൽ പൊളിക്കൽ കേന്ദ്രം. കപ്പലുകൾ പൊളിച്ചു മാറ്റുന്നതുകൊണ്ടാണ് ഇത് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് പറയുന്നത്. അലാങ്. റാൻ ഓഫ് കച്ച്. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായി മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടുനിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. എത്രയാണ് ഗുജറാത്ത് തീരസമതലം? ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത്? ഗുജറാത്ത് തീരസമതലം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന എന്താ? അലാങ് കടൽ തീരം കാണപ്പെടുന്നു. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? സൂററ്റും വഡോദരയും. മത്സ്യബന്ധന ഹാർബർ വെരവലും. പിന്നെ ചരിത്ര പ്രധാനമായ ദണ്ഡി കടപ്പുറവും ഗുജറാത്ത് തീരസമതലത്തിൽ കാണപ്പെടുന്നു. പിന്നീട് റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഇത്രയാണ് ഗുജറാത്ത് തീരത്തിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ. ഇനി വരുന്നത് കൊങ്കൺ തീരം. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം.
ഏകദേശം 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. അപ്പോൾ കൊങ്കൺ തീരത്തിന്റെ നീളം എത്രയാണ്? 500 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. കൊങ്കൺ തീരത്തിന്റെ വടക്കുഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്ക് ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. നവശേവ അഥവാ നവി മുംബൈ, മോർമുഗവോ തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമെല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. അപ്പോൾ കൊങ്കൺ തീരത്തെ പ്രകൃതിദത്ത തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? നവശേവയും മോർമുഗവോയുമാണ്. ഇനി സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്നും മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ്. ദ്വീപ് നിറയെ ഷഡ്ഭുജം ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലെയുള്ള പാറക്കെട്ടുകളാണ്. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തുവന്ന ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ടവയാണ് ഇവ. കൊളുംനാർ ജോയിൻസ് എന്ന ജിയോളജിയ ശിലാമാതൃകയാണിത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഏതാണ്? സെന്റ് മേരീസ് ദ്വീപ്. അപ്പൊ ഇത്രയാണ് കൊങ്കൺ തീരത്തെക്കുറിച്ച് പറയുന്നത്. ഇനി വരുന്നത് മലബാർ തീരമാണ്. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. ഇതിന്റെ ദൈർഘ്യം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 580 കിലോമീറ്റർ ആണ് മലബാർ തീരത്തിന്റെ ദൈർഘ്യം. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്തിന്. ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി തീര ഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ. വേമ്പനാട്ട് കായൽ ഇതിൽ പ്രധാനമാണ്. അപ്പൊ വേമ്പനാട്ട് കായൽ എവിടെയാണ്? മലബാർ തീരത്താണ് ഉള്ളത്. വേമ്പനാട്ട് കായൽ എവിടെയാണുള്ളത്? മലബാർ തീരത്താണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിൽ ഒന്നാണിത്. NW3. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാ? കോട്ടപ്പുറം കൊല്ലം ജലപാത NW3 ഇന്ത്യയിലെ പ്രധാന ജലപാതകളിൽ ഒന്നാണ്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലെയുള്ള ഭൂരൂപങ്ങളും കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. ഏതൊക്കെയാണ്? കടലുണ്ടി, കുമരകം, പാതിരാമണൽ. നഞ്ചിനാടും കുട്ടനാടും കോൾ നിലങ്ങളും ചോദിച്ചിട്ടുണ്ട്. നഞ്ചിനാടും കുട്ടനാടുമുള്ള കോൾ നിലങ്ങൾ അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പടിഞ്ഞാറൻ തീരസമതലം. ഇനി വരുന്നത് കിഴക്കൻ തീരസമതലമാണ്. കിഴക്കൻ തീരസമതലം പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളം. എത്രയാണ് കിഴക്കൻ തീരസമതലത്തിന്റെ നീളം? 1800 കിലോമീറ്റർ. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് രൂപപ്പെട്ടത്. അപ്പൊ എങ്ങനെയാണ് കിഴക്കൻ തീരസമതലം രൂപപ്പെട്ടത്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് കിഴക്കൻ തീരസമതലം രൂപപ്പെട്ടത്. എത്ര കിലോമീറ്റർ ആണ് നീളം?
1800 കിലോമീറ്ററാണ് കിഴക്കൻ തീരസമതലത്തിന്റെ നീളം. ഇതൊരു ഉയർത്തപ്പെട്ട തീരമാണ്, എമർജ്ഡ് കോസ്റ്റ് ആണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. ഏതൊക്കെ നദികളുടെയാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് കിഴക്കൻ തീരസമതലം. ഡെൽറ്റകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ കിഴക്കൻ തീരസമതലം എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? രണ്ടായിട്ടാണ്. വടക്കൻ സിർക്കാർ തീരവും കൊറമൻഡൽ തീരവും. ഏതൊക്കെയാണ്? വടക്കൻ സിർക്കാർ തീരവും കൊറമൻഡൽ തീരവും. പടിഞ്ഞാറൻ തീരസമതലം എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്? മൂന്നായിട്ട്. ഏത്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. അതുപോലെ കിഴക്കൻ തീരസമതലം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്കൻ സിർക്കാർ തീരവും കൊറമാൻഡൽ തീരവും. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. വടക്കൻ സിർക്കാർ തീരം മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർ തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പം വടക്കൻ സിർക്കാർ തീരത്തിനെ ഒഡീഷയിൽ എന്താണ് അറിയപ്പെടുന്നത്? ഉത്കൽ സമതലം. ആന്ധ്രാപ്രദേശിലോ? ആന്ധ്ര സമതലം. അപ്പൊ എവിടം മുതൽ എവിടം വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്? മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീര സമതല ഭാഗത്തിനെയാണ് വടക്കൻ സിർക്കാർ തീരം എന്ന് പറയുന്നത്. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ചിൽക്ക തടാകം. ആന്ധ്രയിലെ കൊലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം. അപ്പൊ കൊലേരു തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊലേരു തടാകം, കൊലേരു ലേക്ക്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ. അപ്പൊ കിഴക്കൻ തീരത്തെ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിശാഖപട്ടണവും മസൂലിപട്ടണവും. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീര ജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു. കൊറമാൻഡൽ തീരം കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണിത്. കൊറമാൻഡൽ തീരം എവിടെയാണ്? കൃഷ്ണ നദി മുതൽ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ്. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ എക്കൽ മണ്ണ് കൊറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കൊറമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കാട്ട് തടാകം. കൊറമാൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട ഒരു തടാകത്തിന്റെ പേരാണ് എന്ത്? പുലിക്കാട്ട് തടാകം. പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിന്റെ തീരത്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പുലിക്കാട്ട് തടാകം. പുലിക്കാട്ട് തടാകം, പോയിന്റ്, കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവരം കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഈ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ്? പുലിക്കാട്ട് തടാകം, പോയിന്റ്, കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവരം കണ്ടൽക്കാടുകൾ. അപ്പൊ എവിടെയാ? കൊറമാൻഡൽ തീരത്ത് കാണപ്പെടുന്നതാണ്. ഏതൊക്കെയാ? പുലിക്കാട്ട് തടാകം, പോയിന്റ്, കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവരം കണ്ടൽക്കാടുകൾ. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടലൂർ എന്നിവ. ഏതൊക്കെയാണ്? നാഗപട്ടണം, കടലൂർ. കൊറമൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകൾ ഏതൊക്കെയാണ്? നാഗപട്ടണവും കടലൂർ തുടങ്ങിയവ. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ.
പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലം മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരം, മലബാർ തീരം. അതുപോലെ കിഴക്കൻ തീരസമതലത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏത്? വടക്കൻ സിർക്കാർ തീരവും കൊറമാൻഡൽ തീരവും. ഇനി വരുന്നത് ദ്വീപുകളാണ്. തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട 2 ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹങ്ങൾ ഏതെല്ലാമാണ്? അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായി കാണപ്പെടുന്ന ദ്വീപുകൾ ഏതൊക്കെയാണ്? ദ്വീപ സമൂഹങ്ങൾ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ്. ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കാം. കേരള തീരത്തു നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഒരു ദ്വീപ സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. അപ്പോൾ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ലക്ഷദ്വീപ് സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. അപ്പോൾ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. അപ്പോൾ എന്താണ് ലഗൂണുകൾ? കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. അപ്പോൾ എന്താണ് ലഗൂണുകൾ എന്ന് പറഞ്ഞാൽ? കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളെ പറയുന്ന പേരാണ് ലഗൂണുകൾ. ഇനി മത്സ്യബന്ധനമാണ് ഈ ലക്ഷദ്വീപിലെ നിവാസികളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം ചൂരയാണ്. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കി എടുത്തുണ്ടാക്കുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. ചൂര മത്സ്യം ഉണ്ടാക്കുന്ന ഒരെണ്ണമാണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. തെങ്ങാണ് പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റു പരമ്പരാഗത തൊഴിലുകൾ. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണ്. സ്കൂബ ഡൈവിംഗ് പോലെയുള്ള സാഹസിക വിനോദസഞ്ചാരവും വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. ഇനി പറയുന്നത് പവിഴ ദ്വീപുകളാണ്. കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളുടെ സ്രവമായ കാൽഷ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങളെടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴ ദ്വീപുകൾ ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധയിനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണിവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണിവ പൊതുവെ കാണപ്പെടുന്നത്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ലക്ഷദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽഭാഗം 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 10 ഡിഗ്രി ചാനൽ എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽഭാഗം, അതാണ് 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ്, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്നു.
ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളുള്ളതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. അപ്പൊ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിര പോയിന്റ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണുള്ളത്? ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 ഉണ്ടായ സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലയേറ്റ ചാലുകൾ തുടങ്ങിയവ ഇവിടുത്തെ സവിശേഷതകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായി വളരുന്നു. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പ് കൽ ഗുഹകളുമെല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. തീര ഭൂരൂപങ്ങൾ. ഓരോ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്ക് കാണാനാകും. അപ്പം എങ്ങനെയാണ് ഭൂരൂപങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്? കാറ്റ്, ഹിമാനി, നദികൾ തുടങ്ങിയവയാണ് ഭൂരൂപീകരണ സഹായികൾ. തീരപ്രദേശങ്ങളിൽ തിരമാലകളാണ് പ്രധാന ഭൂരൂപീകരണ സഹായികൾ. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതില് സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം. ഈ ചെങ്കുത്തായ ഈ കരഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ക്ലിഫുകൾ എന്ന് പറയുന്നത്. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരാധനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ. അപ്പൊ ഇവിടെ ഇതാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയിലൂടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് അവ കാലക്രമേണ വലുതായി സമുദ്രഗുഹകളായി രൂപപ്പെടുന്നു. ഇവിടെ സമുദ്രഗുഹകൾ രൂപപ്പെടുന്നത് കാണിച്ചിട്ടുണ്ട്. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്രഗുഹകൾ രൂപപ്പെടുന്നു. ഇവിടെ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ സമുദ്രഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം. അപ്പൊ ഇവിടെ ഒരു സമുദ്രഗുഹ രൂപപ്പെട്ടിട്ട് രണ്ടു വശത്തുനിന്നും തിരമാലകൾ അടിക്കുമ്പോൾ അവിടെ രണ്ടു വശവും അങ്ങ് മാറിപ്പോയിട്ട് എന്തായി മാറും? സമുദ്ര കമാനമായിട്ട് രൂപപ്പെടുന്നു. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്നും വേർപെട്ട് ഒരു തൂണുപോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ. ഇതാണ് സമുദ്ര സ്തംഭം. അപ്പൊ ഇതങ്ങ് വേർപെട്ട് ഇവിടെ അങ്ങ് വേർപെട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു സ്തംഭമായിട്ട് രൂപപ്പെടുന്നു, തൂണുപോലെ നിൽക്കുന്നു. ഇതാണ് സമുദ്ര സ്തംഭങ്ങൾ. തിരമാലയുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുണ്ട്. അവ ഏതൊക്കെയാണ്? വേലിയേറ്റ നിരപ്പിനും വേലി ഇറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപണമാണ് ബീച്ചുകൾ. ബീച്ചുകൾ എന്ന് പറയുന്നത് എന്താണ്? വേലിയേറ്റ നിരപ്പിനും വേലി ഇറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്തിൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽ തിട്ടകളാണ് പൊഴികൾ എന്ന് പറയുന്നത്. പൊഴികൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് പൊഴി എന്ന് പറയുന്നത്. എന്താണ്? കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽ തിട്ടകൾ ആണ് പൊഴികൾ.
കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽ തിട്ടകളാണ് മണൽ നാക്കുകൾ. ഇപ്പോൾ മണൽ നാക്കും കാണിച്ചിട്ടുണ്ട്. മണൽ നാക്ക്. ഇനി കാലാവസ്ഥ. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷമായ കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യമാണ് ഇതിന് കാരണം. കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനത്തിലെ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പൊ കടൽക്കാറ്റും കരക്കാറ്റും. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കരവേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. അപ്പം കടലിൽ നിന്നും കരയിലേക്ക് വായു പ്രവഹിക്കും. ഇതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പം കരയിൽ എന്തായിരിക്കും? അപ്പം ന്യൂനമർദ്ദ പ്രദേശമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും കാറ്റ് എങ്ങോട്ട് വീശും? കരയിലേക്ക് വീശും. അതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായി രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നതിന് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. അപ്പൊ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നത്. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നു. കിഴക്കൻ തീരങ്ങളിൽ കൊറമണ്ടൽ തീരത്തിന് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. നാം ഇതിനെ തുലാവർഷം എന്ന് വിളിക്കുന്നു. തുലാവർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അപ്പൊ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. ഇനി മണ്ണ്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറമുള്ള ലാട്രേറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ ഏതൊക്കെയാണ് പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണുകൾ? മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറമുള്ള ലാട്രേറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് കിഴക്കൻ തീരങ്ങളിൽ കാണപ്പെടുന്നത്? കൂടുതലും എക്കൽ മണ്ണാണ്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു. അപ്പൊ ഇവിടെ മണ്ണിനവും തീരവും കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. കൊങ്കൺ തീരപ്രദേശത്ത് കാണപ്പെടുന്നത് കറുത്ത മണ്ണ്, ലാട്രേറ്റ് മണ്ണ്. മലബാർ തീരപ്രദേശത്ത് എക്കൽ മണ്ണ്, പീറ്റ് മണ്ണ്. കിഴക്കൻ തീരപ്രദേശത്ത് തീരദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണ്. ലക്ഷദ്വീപിൽ പവിഴ മണൽ മണ്ണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണുമാണ് കാണപ്പെടുന്നത്. ഇനി സസ്യജാലങ്ങൾ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. അതിനാൽ സസ്യജാലങ്ങളിലും ഏറെ സമാനതകൾ കാണാവുന്നതാണ്. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് തീരദേശ സസ്യങ്ങൾ. വരണ്ട തീരദേശ സസ്യങ്ങളുമുണ്ട്, ആർദ്ര തീരദേശ സസ്യങ്ങളുമുണ്ട്.
വരണ്ട തീരദേശ സസ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങൾ, തീരദേശ പാറക്കെട്ടിലെ സസ്യങ്ങൾ. ആർദ്ര തീരദേശ സസ്യങ്ങൾ ഉൾപ്പെടുന്നത് കണ്ടൽ കാടുകൾ, ലവണ ചതുപ്പു നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ. ഇതാണ് ആർദ്ര തീരദേശ സസ്യങ്ങൾ. തീരസമതലത്തിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായി കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണുന്നു. ഇനി കണ്ടൽ കാടുകൾ, തീരത്തിന്റെ ശ്വാസകോശം. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽ കാടുകളുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളാണ്. സുന്ദർബൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാട് പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ. കണ്ടലുകൾ വിവിധതരം മത്സ്യങ്ങളുടെയും മറ്റു ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ് കണ്ടൽക്കാടുകൾ. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനം. ഇനി ധാതു നിക്ഷേപം. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യവസായിക മൂല്യമുള്ള ധാരാളം ലോഹ അലോഹ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ. കൂടാതെ ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലെയുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. ജനസംഖ്യയും ജനജീവിതവും. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരപ്രദേശം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. മിതമായ കാലാവസ്ഥ, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായ സമതല ഭൂപ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീര സമതലങ്ങളെ ജനനിബിഡമാക്കുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു 3, അതായത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തീര സമതലങ്ങളിലാണ് വികസിച്ച് വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളാണ് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരദേശത്തുണ്ട്. തീരദേശങ്ങളിൽ ഏറെ സാധ്യതകളുള്ളതും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രധാന തൊഴിൽ മേഖലയാണ് വിനോദസഞ്ചാരം. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 8ാമത്തെ ചാപ്റ്റർ തീരങ്ങളിലൂടെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. തീരങ്ങൾ, കിഴക്കൻ തീരവും പടിഞ്ഞാറൻ തീരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കേട്ട് മനസ്സിലാക്കുക.